ഹലോ, നമുക്കിന്ന് കുറച്ച് പൂക്കൾ ഇൻഡോർ നടാം. ഒരു ഇൻഡോർ പ്രോജക്റ്റാണ്. നമുക്ക് പൂക്കൾ, സ്പ്രിങ്ങിലുള്ള പൂക്കൾ നേരത്തെ ഒരു ജംപ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജനുവരിയിൽ തന്നെ ഇൻഡോർ നടും. അപ്പോൾ സോ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എനഫ് ടൈം. നല്ലൊരു പ്ലാന്റായി വളർന്നു വരുവാനായിട്ടുള്ള സമയം നമ്മൾ സ്പ്രിങ്ങിൽ കൊടുക്കും. ഇന്ന് നമ്മൾ സീഡ് ട്രെയിലല്ല നമ്മൾ സീഡ് നടുന്നത്, ഒരു പുതിയ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. സീഡ് സ്നെയിൽ മെത്തേഡ് അല്ലെങ്കിൽ സ്നെയിൽ സീഡിങ് മെത്തേഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയത് ഫ്ലവറിൻ്റെ സീഡ്സ് ഈ മെത്തേഡിൽ വേഗം ജേർമിനേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. ഈ ഇടയ്ക്ക് ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചില്ലായിരുന്നു, ബാഗി മെത്തേഡ്. അപ്പോൾ എല്ലാ മെത്തേഡും നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് മനസ്സിലാവും ഏത് വെറൈറ്റിക്ക് ഏത് മെത്തേഡാണ് നല്ലതെന്ന്. സോ we'll see how that goes. ഓക്കെ, ഈ സീഡ്സ് നമ്മൾ നടാൻ പോകുന്നത് പുതിയൊരു മെത്തേഡിലാണ്. മെത്തേഡിൻ്റെ പേര് സ്നെയിൽ സീഡിങ് മെത്തേഡ്. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി. ഇതേപോലത്തെ ഞാൻ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ വീട്ടിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബബിൾ ഷീറ്റ്, നമ്മൾ പാക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യില്ലേ ബബിൾ ഷീറ്റ്. അപ്പോൾ ബബിൾ ഷീറ്റ് ആണ് ഒരെണ്ണം വേണ്ടത്. പിന്നെ നമുക്കാകെ വേണ്ടത് ടേപ്പ് ഇതിൻ്റെ ചുറ്റാനായിട്ടിട്ട്, പിന്നെ ഒരു മാർക്കർ, ആൻഡ് ദെൻ നമ്മുടെ എപ്പോഴത്തെ പോലെ ഇവിടുത്തെ ഈ സീഡ് സ്റ്റാർട്ടിങ് മിക്സ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സീഡ് സ്റ്റാർട്ടിങ് മിക്സിൽ വാം കമ്പോസ്റ്റും വർമിക്കലൈറ്റൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും സീഡ് സ്റ്റാർട്ടിങ് മിക്സാണ് ഞാൻ ഈ മെത്തേഡിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നടാൻ പോകുന്നത് സീനിയയുടെ വെറൈറ്റീസ്. നിജല്ല എന്ന് പറഞ്ഞ ഒരു പൂവ്, ആൻഡ് ഫീവർ ഫ്യൂ, നമ്മുടെ നാട്ടിലത്തെ ഗ്ലോബ് എമറാന്ത്, നോസ്റ്റേഷ്യം എന്ന് പറഞ്ഞൊരു സീഡ്, പിന്നെ സ്ട്രോ ഫ്ലവർ, പിന്നെ മെക്സിക്കൻ സൺഫ്ലവർ, പിന്നെ കോറിയോപ്സിസ് എന്ന് പറഞ്ഞത്, മാരിഗോൾഡ് നമ്മുടെ ജമന്തി, പിന്നെ സാൽവിയ, പിന്നെ ഗസാനിയ എന്ന് പറഞ്ഞൊരു പൂവ്, ബ്ലാങ്കറ്റ് ഫ്ലവർ, യാറോ. അപ്പോൾ ഇത്രയും സീഡ്സാണ് നമ്മൾ ഈ മെത്തേഡിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേർമിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മെത്തേഡ് വഴി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് ഡയറക്റ്റ് സോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ സീഡ് ട്രെയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ എനിക്ക് സീഡ് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ടൈമുണ്ട്. അപ്പോൾ അതിലും നടന്നില്ലെങ്കിൽ നമുക്ക് ബാഗി മെത്തേഡും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പൂക്കളാണ് ഏതൊക്കെ മെത്തേഡിൽ നന്നായിട്ട് ജേർമിനേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തരണേന്ന്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സ്നെയിൽ മെത്തേഡ്. ഇതേപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് അധികം ലെങ്ത്ത് വേണ്ട ആൻഡ് അധികം വിഡ്ത്തും വേണ്ട. അപ്പോൾ സോ വാട്ട് വി ഡു ഇസ് നമുക്ക് ആവശ്യത്തിന് ലെങ്ത് ആയിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിന് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇത്ര മതിയാവും. ആൻഡ് സോ വിൽ സീ, ട്രയൽ ആൻഡ് എറർ മെത്തേഡാണല്ലോ അല്ല. സോ വിൽ സീ വെദർ വി നീഡ് ടു മോഡിഫൈ എനിത്തിങ് നെക്സ്റ്റ് ടൈം. അത് നമുക്ക് ഇതാക്കാം. ഇതേപോലെ ഏത് സൈഡും യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. ബട്ട് ഐ ആം ഗോയിങ് ടു യൂസ് ദ വൺ വിത്ത് നോ ബബിൾസ്. സോ ബബിളില്ലാത്ത സൈഡിലാണ് ഞാൻ സോയിൽ ചെയ്യാൻ പോകുന്നത്. സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഇതിൽ ഇങ്ങനെ നിറയ്ക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഇതിൻ്റെ എഡ്ജിൽ ഞാൻ കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് സ്നെയിലിൻ്റെ പോലെ റോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ റോൾ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകും. സോയിൽ ഇങ്ങനെ
ഉന്തി പുറത്തേക്ക് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് നിറച്ച് കൊടുക്കുന്നത്. എഡ്ജിലും കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യും. ഇത് വൺ ഓഫ് ദ ഈസി മെത്തേഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ബാഗി മെത്തേഡ് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഐ തോട്ട് ബാഗി മെത്തേഡ് ഇസ് വെരി ഈസി. ഒൺലി തിങ് ഈസ് നമുക്കത് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അതിന് പ്രോബ്ലമാണ്. അപ്പോൾ ഈ മെത്തേഡുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ എല്ലാ മെത്തേഡിനും കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ഇടാം. സോ ദാറ്റ് വി നോ എക്സാക്ട്ലി വാട്ട് ഈസ് ബെസ്റ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലും ഞാൻ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടു. അപ്പോൾ ഇത്രയും നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ ഉന്തി വരുമ്പോഴത്തേക്കും അവിടെ സ്പേസ് ഉണ്ടാവും. ദെൻ കുറച്ച് കട്ടിയിൽ സോയിലിടും. ബിക്കോസ് ഈ പ്ലാന്റ്സ് ഇതിനകത്ത് കുറച്ചധികം നാൾ ഗ്രോ ചെയ്യണം. അപ്പോൾ സോ അതിനാവശ്യമായ മണ്ണ് വേണമല്ലോ. ദെൻ വീഡിയോസ് ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി നനച്ച സോയിലാണ് കേട്ടോ. നനച്ചില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ദെൻ വാട്ട് ഐ ഡു ഇസ് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യും. അത് ടൈറ്റായിട്ട് റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മണ്ണ് കുറച്ച് പുറത്തേക്ക് വരും. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കും. ചെയ്ത് കണ്ടോ? അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് അധികം മണ്ണ് പുറത്തേക്ക് പോകില്ല. വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊരു ഇതാവും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും സൈഡിൽ. ഒരു സീഡ് സ്നെയിൽ മെത്തേഡ്. ഇതിങ്ങനെ റാപ്പ് ചെയ്യും നമ്മൾ ടേപ്പ് ഇട്ട്. ടേപ്പ് പെയിൻറ്റേഴ്സ് ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഈസി ഫോർ അസ് ടു. കുറച്ചധികം ഞാൻ എടുക്കും ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എനിക്കിത് മാർക്ക് ചെയ്യണം ഇതിൻ്റെ മുകളിൽ. അപ്പോൾ പിന്നെ അപ്പോൾ ഈ ടേപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ഈ ബബിൾ ഷീറ്റ് നെക്സ്റ്റ് ടൈം റീയൂസും ചെയ്യാം. സോ വി ജസ്റ്റ് വെച്ചിട്ട് ടേപ്പ് ചെയ്യും. സോ ഒരു ടേപ്പും കൂടെ നമുക്ക് ചെയ്യാം. എക്സ്ട്രാ സോയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് പിന്നെയും യൂസ് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ ടേപ്പിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ ട്രേയിൽ ഇങ്ങനെ ഇരുന്നോളും. വി ഹാവ് അവർ സ്നെയിൽ മെത്തേഡ്. നമ്മളിങ്ങനെ സീനിയ നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്നെയിൽ ഉണ്ടാക്കി. അപ്പോൾ യു ക്യാൻ സീ ഞാൻ എല്ലാ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീ ഓരോ പൂവിനും ഓരോ ഇത്. ആൻഡ് ഇറ്റ്സ് വെരി ഫാസ്റ്റ്. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. സോ ഒരു 15 മിനിറ്റ്സ് പോലും എടുത്തില്ല ഇത്തരം പൂക്കൾക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സീനിയ ആണ് നടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സീനിയ എടുക്കും. സീനിയയുടെ കാലിഫോർണിയ ജയൻസ് എന്നാണ് എന്നെ പറയുന്നത്. അപ്പോൾ സീഡ് ഓരോ സീഡ് നമുക്കിങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. വലിയ സീഡായത് കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ ഇറ്റ് ടു ജെർമിനേറ്റ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് താഴത്തേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഞാൻ ബോട്ടം ട്രേയിൽ നമ്മൾ വെള്ളം ഒഴിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പം ഞാനിപ്പോൾ ഇനി എല്ലാ സീഡുകളും അങ്ങനെ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ സ്നെയിൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ
നമ്മൾ പറഞ്ഞ സീഡുകളൊക്കെ ഇട്ടു. സീനിയർ ചെയ്തതുപോലെ തന്നെ ഓരോ സീഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെർമിക്കുലേറ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് നല്ല വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ബോട്ടം ട്രേയിൽ നമ്മൾ ഈ ട്രേയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിനാവശ്യമായ വെള്ളം കിട്ടും. എന്നിട്ട് നമ്മൾ നോക്കും എത്ര ദിവസം എടുക്കും ജെർമിനേറ്റ് ചെയ്യാനെന്ന്. ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു പ്രോജക്റ്റ്. Snail method to germinate beautiful flowers for spring, summer and fall. Okay, right, see you in the next video. Bye.